ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ട് വ്യത്യസ്ത രീതിയിൽ ചായ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതാ 1/2 ടീസ്പൂണ് 3/4 ടീസ്പൂണോളം തന്നെ ഏകദേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു കരിഞ്ഞ് സ്മെല്ലാണ് നമുക്ക് ആവശ്യം. ഏകദേശം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ നമ്മൾക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇതാ 1 ഗ്ലാസ് ചായക്കുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കടുപ്പത്തിലുള്ള ചായക്കാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഈ വെള്ളം ഒന്ന് ചേർത്തതിന് ശേഷം ഇതാ ഈ കട്ട പിടിച്ചിട്ടുള്ളത് പഞ്ചസാര മെൽറ്റാവാൻ തുടങ്ങുന്നതാണ്. അതൊന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ മെൽറ്റാക്കി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ചേർക്കാം. ഞാൻ 1/2 കപ്പ് പാലാണ് ചേർത്തത്. നിങ്ങൾക്ക് എത്ര അളവിലാണോ ആവശ്യം, മധുരവും കടുപ്പും ഒക്കെ അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതാ പാലും കൂടി ചേർത്ത് നല്ല രീതിക്ക് തന്നെ തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുക്കാം. ഫസ്റ്റിൽ ചേർത്ത് കൊടുത്ത ആ മധുരം പോരാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മധുരം ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു പുകഞ്ഞ ഒരു സ്മെല്ലില്ലേ, അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ്. അങ്ങനെ ഇതാ അടുത്ത ചായ ഒരു മസാല ചായയാണ്. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്തു. 2 ഗ്രാമ്പു, ഈ വലുപ്പത്തിലുള്ള പട്ട, 2 ഏലക്ക ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുത്തു. എല്ലാം കൂടി നല്ല പോലെ തന്നെ തിളച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നല്ല പോലെ തിളച്ച് വെന്താൽ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പാൽ ചേർക്കാം. 1/2 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി പാലൊന്ന് തിളച്ച് മേലെ പൊന്തി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടൊന്ന് കുടിച്ച് നോക്കുക. അടിപൊളി ഫീല് കിട്ടുന്ന ചായ തന്നെയാണിതും. ഇങ്ങനെ 2 രീതിയിലും ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ വ്യത്യസ്തമായിട്ടുള്ളത് തന്നെയാണ് രണ്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചായയുടെ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.